അഖിൽ മാരാരും ഷായി കൃഷ്ണ സായി ബാബയും തമ്മിലുള്ള മുട്ടൻ ലഹളയാണ് നമ്മളുടെ സബ്ജക്റ്റ്. വാസ്തവത്തിൽ ഇത് എടുക്കേണ്ട കേസൊന്നുമില്ല. രണ്ടുപേരും കണക്കിന് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് അഖിൽ മാരാരിൻ്റെ വേർഷനാണ്. അതിപ്പോൾ സായിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമില്ല. അഖിൽ മാരാർ പറയുന്നതിൽ കാര്യമുണ്ട്. സായിക്ക് എന്ത് അർഹതയാണുള്ളത് മറ്റുള്ളവരെ വിമർശിക്കാൻ? അർഹത പൊതുസമൂഹത്തിൽ ഇൻഫ്ലുവൻസറായി നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് മാന്യമായി അല്ലെങ്കിൽ കുറേയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും ഒരു സംഗതി ഫില്ലപ്പ് ചെയ്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ബിഗ് ബോസിലേക്ക് പോകുന്നു ജാഫർ അങ്കിളിൻ്റെ ഏജൻ്റായിട്ട്. അവിടെ ചെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ എതിർത്ത്, അതായത് ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടില്ല, ബിഗ് ബോസ് എൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, ബിഗ് ബോസിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന റൂൾസ് വായിക്കാതെ തന്നെ പുള്ളി അതിനകത്ത് പോയിരിക്കുന്നത്. ഓൾ ഓഫ് ഇൻ എ സഡൻ പുള്ളിക്ക് കിട്ടുന്നു. സെയിം തിങ് ആണ് സിജോയ്ക്കും. എത്രയോ മത്സരാർത്ഥികൾ അവരുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുന്നിടത്ത് സിജോയ്ക്ക് പെട്ടെന്ന് കിട്ടുന്നു, സായിക്ക് പെട്ടെന്ന് കിട്ടുന്നു. ഇവരൊന്നും വർഷങ്ങളോളം കാത്തിരിപ്പൊന്നുമില്ല, കൊടുത്തു തുടങ്ങി തന്നെ ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർക്ക് പോലും കാര്യം മനസ്സിലാവും. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതൊക്കെ നടന്നതൊക്കെ സംഭവമാമി യുഗി സാരമില്ല, ഒന്നുമില്ല കേട്ടോ. കണ്ടൻറ്റേ കിട്ടണില്ല സാറ്. കുറേയൊക്കെ ശ്രമിച്ചു നോക്കി, അത് ഇത് ചായ കുടിക്കണ പെങ്ങളൂട്ടിയായിട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒരു ഗുമ്മില്ല, അങ്ങോട്ട് കയറുന്നില്ല. എന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് അഖിലണൻ്റെ തലയിലോട്ട് അങ്ങ് പാഞ്ഞു പിടിച്ച് കയറാന്നുള്ളതാണ്. ഇനി ഇവൻ്റെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, ജാഫറിൻ്റെ ഏജൻ്റായിട്ട് പോയി, പറഞ്ഞതിൽ ഉറച്ചിരിക്കണം. പുറത്ത് കിടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇതൊന്നുമല്ല മോഹൻലാൽ എന്ന് വെച്ചിട്ട് സായി അത് അയാളുടെ മൈൻഡ് ഗെയിം ആണെങ്കിലോ, അയാളത് ഗെയിമായിട്ട് താങ്കളോട് ഉദ്ദേശിച്ചെങ്കിലോ എന്ത് വാഴത്തോപ്പാണ് അയാൾ പറയണത്? അതേ എന്ന് ഇവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം തന്നെ അവൻ്റെ ജെനുവിനിറ്റി ക്രെഡിബിലിറ്റി ആളുകളിലേക്ക് ഇറങ്ങുകയല്ലേ. പിന്നെ വീട്ടുകാര്യങ്ങൾ, കുടുംബത്തിനെ പറ്റി എവിടെയെങ്കിലും ഒരു പെർമിഷൻ വേണ്ടായോടോ, എവിടെയെങ്കിലും ഒരു പെർമിഷൻ വേണ്ടായോ? ഇനി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയണത് ചന്തിന്ന് എന്തോന്നൊക്കെ ഒഴുകുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും സിമ്പതൈസ് ചെയ്യണമെന്ന്. ഒരു വ്യക്തിയോട് നമുക്ക് സഹതാപമോ അല്ലെങ്കിൽ ഇഷ്ടമോ റെസ്പെക്റ്റോ ഒക്കെ തോന്നാനും തക്കവണ്ണം എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ഇതൊന്നും ചെയ്യാത്ത ഒരുത്തം ഇരുന്നുകൊണ്ട് ഒന്നിലുമില്ലാത്ത ഓടിച്ചെന്നങ്ങോട്ട് ഇന്ന് മാരയുടെ തലയിലോട്ട് കയറാം. കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അയ്യോ ഇരുന്ന് തകർക്കുന്നുണ്ട്, കാരണത്ത് എറിയുന്നുണ്ട്. വാഴക്കുട്ടൻ ഈ പറഞ്ഞ വീഡിയോ ഞാനും കണ്ടതാണ്. ഈ പറഞ്ഞ വീഡിയോയിൽ അഖിൽ മാരാർ സൂപ്പറായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ ആ ഒരൊറ്റ സ്പീച്ച് കൊണ്ടാണ് അയാൾ അക്സെപ്റ്റ് ചെയ്തത് ബിഗ് ബോസ്. സൂപ്പറായിട്ട് പറഞ്ഞ മലർത്തി അടിച്ചങ്ങ് കൈ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തർക്കമേ ഇല്ല. സംസാരിച്ച് ജെല്ലാൻ അഖിൽ മാരാറിനെ വെല്ലാൻ പറ്റത്തില്ല. അമ്മതൊരു ടാലൻ്റ് ഉള്ള ഒരുത്തനാണ് അവൻ. സംസാരത്തിൽ സൂപ്പറായിട്ട് പറഞ്ഞു. അതും പലപ്പോഴും നമുക്ക് തോന്നി ഈ ചാനലുകാർ ഫേവർ ചെയ്യണമെന്ന്. പക്ഷെ അതിനേക്കാൾ ഉപരി അയാൾക്ക് മറ്റൊരാൾക്ക് സ്പേസ്, അത് ഒപ്പോണൻറ്റിന് സ്പേസ് കൊടുക്കാൻ കിട്ടാൻ ഒരു ഗ്യാപ്പ് കൊടുക്കൂല. അമ്മാതിരിയാണ് അയാൾ ഷൂട്ട് ചെയ്തത്. കറക്റ്റായിരുന്നു, ആപ്റ്റല്ലേ. ഇവൻ ചെയ്ത ചെയ്ത്തിന് പച്ചയ്ക്ക് ഇവനെ വലിച്ച് കീറിയപ്പം പറയില്ലേ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നു. ആര് ഷായി ചുമ്മാ നോക്കിക്കൊണ്ട്, എടാ വല്ല വണ്ണയും വേണ്ട നിൻ്റെ വായിൽ. അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന നീ സീനാരിയോ കണ്ട നാട്ടുകാർ ചിരിച്ച് ഊപ്പാട് വരുന്ന സീനായിരുന്നു. എന്നിട്ട് ഇവൻ പറയില്ല, ഇവൻ ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരുന്നു കൊടുത്തു. ഈ സൗജന്യമാണ്. ഇനി അതേ സാധനം തന്നെയാണ് ബിഗ് ബോസിൽ. ഞാനിവിടെ കളിക്കാനല്ല പോയത്, ഞാൻ മൈൻഡ് ഗെയിമിന് പോയതാണ്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര പ്ലെയറാണ്. എൻ്റെ റിയാലിറ്റി ഞാൻ അവിടെ എടുത്തില്ല. പിന്നെ എന്നെ വാഴയ്ക്കൊക്കെയാണ് ഇവിടെ കല്യാണം കൂടാൻ പോയതാ, വേറെ എന്തിനു പോയത്? ഇവന് ഒരു വ്യക്തിത്വമോ ഒരു നിലപാടോ ഉള്ളവനല്ല. സോഷ്യൽ ഈവിളാണെന്നുള്ളതിന് തെളിവാണ് പല സംഭവങ്ങളും. ഒരു കാര്യം പറയാം, മുതുകാടിനെതിരെ ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ സാക്ഷ്യപത്രം ഞാൻ കൊണ്ടുവന്ന് തന്നതാണ്. എത്ര വ്യക്തമായി ക്ലിയർ എവിഡൻസ് ആണ് അവൻ്റെ വായിൽ നിന്ന് വരികയാണ്. 1 മാസം ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. എന്നിട്ടാണ് അവൻ സമാധാനത്തിൽ നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറായത്. സുനിതാ ദേവദാസും സൈന പ്ലസും ഒക്കെ എൻ്റെ കാലിൻ്റെ കൂടെയാണ്, ഞാൻ പറയണതിനപ്പുറം പോകത്തില്ല. ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഇവൻ ഇറങ്ങിയെന്ന നില നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. സോഷ്യൽ ഈവിളാണ് ഇവൻ. നട്ട് റോട്ടിലിട്ട് കല്ലെറിഞ്ഞാൽ തീർക്കേണ്ടത്. കാരണം അമ്മാതിരി വൃത്തികേടുകളാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവ ഇനി ഒന്നും പോരാതെ തന്നെ അഖിൽമാരൻ്റെ തല്ലിലോട്ട് വാങ്ങി കയറുന്നത്. എന്തായാലും അഖിൽമാരെ സൂപ്പറായിട്ട് മറുപടി കൊടുത്തിട്ട് അത് വേറെ കാര്യം. കുറച്ചുകൂടെ കേൾക്കാം. ഒരു പൊട്ടത്തരം കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ, പറയാൻ പറയടാ.
നിന്റെ തള്ളുകൾ കേട്ടാണ് നാട്ടുകാർ മിടുക്കച്ചിരിക്കുന്നത്. തള്ളു കേട്ട് കേട്ട് ചിരിച്ചിരിച്ച് ഒരു വഴിയായെന്ന്. എടാ നിന്റെ തള്ളും നിന്റെ ഒരുമായ ഡാൻസ് നിന്റെ കൊന്ത്ര നടപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ചിരിച്ചു പോകൂടാ. ജോക്കർ തോറ്റുപോകും. ജോക്കർ മാറി നിന്നിട്ട് സലാം പറയും. കാരണം ജോക്കറിനെ കണ്ടാൽ ചിരിക്കുന്നതാണല്ല, അതിനേക്കാൾ വൾഗറായിട്ടാണ് നിന്നെ കാണാൻ പറ്റിയിരിക്കുന്നത്. നീ ഒരു കോമഡി പീസായി മാറുന്നാല് നിനക്ക് അറിയാൻ പറ്റുന്നില്ലേ? അയ്യോടാ, വല്ലാത്ത ജാതി. ഇങ്ങനെ ഒരു റോക്കറ്റ് കഷ്ടടാ. സത്യമായിട്ട് നിന്റെ അപ്പനും അമ്മ നിന്നെ നീക്കി കയർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം കൂടെ ഉണ്ടെന്ന് പറയണ അവർക്ക് അപമാനം. അമ്മാതിരി കളിയാ നീ കളിക്കുന്നത്. അമ്മാതിരി പ്രവർത്തനമാണ് നിന്റെ കയ്യിലുള്ളത്. വെച്ചിട്ട് പോടാ. അത്രയും സമയം നീട്ടി കിട്ടിയാൽ അത്രയും നിനക്ക് ലാഭം. ചിക്കിലി പണത്തിന് വേണ്ടിയിട്ട്. ആ പെങ്കൊച്ച് കൂടെ നിൽക്കുന്നത് സേഫാണോ അല്ലെന്ന് അവൾ ചിന്തിക്കട്ടെ. അതിനകത്ത് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനില്ല. ഇവൻ പറയണത് കേട്ടോണ്ടിരുന്നാൽ നമ്മൾ മൊബൈൽ നമ്മളെയാണെന്ന് തോന്നൂല, നമ്മൾ തല്ലി പൊട്ടിച്ചു കളയും. രഹസ്യം പറയുകയാണ്. ഇത് കാണാൻ പോയിരിക്കും. നിങ്ങൾക്കൊന്ന് നേരം അവന് വ്യൂ കൊടുക്കാതിരിക്കുക, അവനെ മൈൻഡേ ചെയ്യാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അവനെ മൈൻഡേ ചെയ്യാതിരിക്കുക. അവന് വ്യൂ കൊടുക്കണം. അവനിക്ക് ഈ ഇളക്കങ്ങൾ എന്ത് ആണ് അവൻ ബിഗ് ബോസിൽ പോയി നമുക്ക് ചെയ്തു തന്നത്? എന്താണ് അവൻ ഉദ്ദേശിച്ചത് ബിഗ് ബോസിൽ? എന്ത് ചെയ്തു അവൻ? എന്തെങ്കിലും ഒരു പെർഫോമൻസ് നിങ്ങൾ കണ്ടിരുന്നോ? ആ പെങ്കൊച്ചിൻ്റെത് സിജോയെ ചീത്തയാക്കി പുറത്താക്കി, നന്ദനയെ ചീത്തയാക്കി പുറത്താക്കി, കോംബോ ആ പെൺകുട്ടികളെ ശരണ്യെ, അപ്സര, ആ ടോപ്പ് 5-ലെത്താൻ യോഗ്യതയുള്ളവളാണ് അപ്സര. അതിൻ്റെ ആ ഒരു ഇത് ഇല്ലാതാക്കി മൊത്തം ജാസ്മിന് സാധകമാകുന്ന രീതിയിൽ നിന്നു. 5 ലക്ഷം രൂപ എടുത്തത് എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പണത്തിന് വേണ്ടിയിട്ടാണോ? അവന് വേറെ ഓഫർ പുറത്തുണ്ട്. ഈ 5 ലക്ഷം രൂപ എടുത്തില്ലെങ്കിൽ ഇത് ഋഷി എടുത്തോണ്ട് പോകും. അപ്പോൾ ഋഷി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തത്തില്ല. അവർക്കൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കില്ലേ അവരൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നതല്ലേ? ഇവനെ പോലെ വായ്ത്താളം അടിച്ച് നാട്ടുകാരുടെ മലവും മൂത്രവും തിന്നല്ലല്ല ജീവിക്കുന്നത്. അവർ അധ്വാനിക്കാൻ തയ്യാറുള്ള കുട്ടികളല്ലേ? ആ കുട്ടികളുടെ അവസരം കൂടെ നഷ്ടപ്പെടുത്തി കൊടുത്തത് ഒരുത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പേക്കൂത്ത് അത്രയും കാണിക്കുന്ന ഇവൻ എന്ത് വ്യക്തിത്വം! 18 കോടിയുടെ ഫിലിം പിടിക്കാൻ പോയത് അതിനകത്തിരുന്നുണ്ട്. വായ്ത്താളം അല്ലാതെ വേറെ എന്തെങ്കിലും ഇവൻ്റെ കയ്യിലുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിരാശ എന്തുകൊണ്ട് വരണമെന്നറിയാം. അത് മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഓർത്തോണം. മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റി കയ്യേറി അനാവശ്യമായി ആവശ്യമില്ലാത്തൊരു വൃത്തികേടാണ് ഇവൻ കാണിച്ചു വെച്ചത്. ഒരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കാനേ ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ ഇവനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് കയറി പറഞ്ഞതോ പറഞ്ഞു, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൂടെ. ഒരു നിലപാടില്ലായ്മ നിങ്ങൾ അവിടെ കണ്ടില്ലേ? ഇവനാണ് ഇരുന്നുകൊണ്ട് നാട്ടുകാരെ ഉണ്ടാക്കുന്നത്. ഭാര്യയും അമ്മയും തമ്മിൽ വഴക്ക്. ഒരു വീട്ടിലൊരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ പറ്റാത്ത ഒരുത്തനാണ് വന്ന് പബ്ലിക്കിൽ ഇരുന്നിട്ട് അവൻ്റെ വീട്ടിലെ പ്രശ്നത്തിൽ ഇങ്ങനെയാകാമായിരുന്നു, ഇവൻ്റെ വീട്ടിലെ പ്രശ്നത്തിൽ അങ്ങനെയാകാമായിരുന്നു, ആകെ മൊത്തത്തിൽ ഞാനൊരു റോക്കറ്റാണ്, എൻ്റെ അച്ഛന് പറ്റിയ ഒരു അബദ്ധമാണ്. ഇതല്ലേ അവൻ പറയണത്. മുതുകാളിനെതിരെ അവൻ നടത്തിയ ഗൂഢാലോചന ഞാൻ പുറത്തു കൊണ്ടുവന്ന് തന്നതല്ലേ? എത്ര കൃത്യമായിരുന്നു. സുനിതാ ദേവദാസ് ഉൾപ്പെടെ, സൈന പ്ലസ് ഉൾപ്പെടെ. മിണ്ടിയോ പറ്റുള്ള ആരെങ്കിലും? എത്ര വലിയ അലിഗേഷനാണ്. മിണ്ടൂല. കാരണം തെളിവ് ഇവിടെ നിൽക്കുകയല്ലേ. വേറെ ആരെങ്കിലും പറഞ്ഞതാണോ? ഇവൻ തന്നെ വന്ന് പറഞ്ഞതല്ലേ. വായ്ത്താളം അടിക്കുന്ന ഒരു വായ്ത്താളി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അത് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ഇവനെ ഒതുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവൻ്റെ വായ്ക്ക് നല്ല കിറുകിയിട്ട് നല്ല പൂക്കം കൊട്ടു കൊടുക്കണോ? അത് സത്യമായിട്ട് സാധിക്കുന്നത് അഖിൽമാരാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ അഖിൽമാരാരുമായിട്ട് അഖിൽമാരാറിൻ്റെ ഈ സ്ത്രീ വിരുദ്ധതയോട് എനിക്ക് ചെറിയ ദേഷ്യമുണ്ട് എന്നതിനപ്പുറം ഈ ഒരു വിഷയത്തിന് അഖിൽമാരാനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. സത്യമായിട്ടും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നല്ല ഊക്കൻ കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൊളിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഖങ്ങളുടെ നിരങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാര്യം, ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് 1-2 യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അളിയൻ കേട്ടിരുന്നോ സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാധ്യതകൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സെയിം പോലത്തെ ഒളിമ്പിക്സിൽ ജയിച്ചു കഴിയുന്ന സമയത്തും മൈക്രോസ് നീന്തൽ ജയിച്ചു സമയത്തും അതെല്ലാം കൊണ്ട് നാച്ചുറൽ സ്റ്റോറിയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിന്റെയും ഒക്കെ പോലെയുള്ള വലിയ പഠിക്കുന്നതായ നടന്ന കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹത്തിന്. അതിനുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു വളരെ സാധാരണക്കാരായ എന്നെ കുറിച്ച് പറയും. ഞാൻ എന്തായാലും പുറത്തു സമയത്താണ് കേട്ടത്. ഞാൻ കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രമേ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയുണ്ടായത്. പെട്ടെന്ന് സൂര്യൻ കേട്ട് ഭയന്ന് മേഘവാളിൽ പോയി വിളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം വീണ്ടും രാവിലെ മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത് മച്ചിപ്പശു കൊണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം വെച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ
കുറിച്ച് പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് കൃതാർത്ഥനായി. അങ്ങയുടെ വാക്കുകളിലെ അനർഗള നിർഗളമായ ഒഴുക്കിൽ പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും അതേസമയം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് തീച്ചൂളയിൽ സൃഷ്ടാവം ചെയ്യപ്പെട്ട് ജനിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഈ ഒരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപക്ഷേ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട്, ബിഗ് ബ്രദർ പോലത്തെ ഷോകളിലേക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കേണ്ട ഒരു ശില്പാ ശക്തി എങ്ങാണ്ട് പണ്ട് പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വംശീയ ദൃശ്യത്തിൻ്റെയൊക്കെ പുറത്തായിരുന്നു. എന്നിരുന്നാലും ആ കഴിവ് കൊണ്ട്, അതായത് ബോക്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ മൈക്ക് ടൈസനെ തോൽപ്പിക്കും, അഭിനയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തെ ഏത് പ്രഗത്ഭരെയും മത്സരിച്ച് തോൽപ്പിക്കും. എന്ത് ചെയ്താലും ആ മേഖലയിൽ ഏറ്റവും ഉന്നതി കൈവരിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഒരുപക്ഷെ 1793 അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ പ്രഭാഷണം നടത്തി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ മലയാളിയും ലോകവും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെയാണ്. ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒരുപാട് നല്ല പോലെ അണ്ണാക്കി കൊടുത്തു എന്നുള്ളതാണ്. അഖിൽ കിടുക്കാച്ചി പെർഫോമൻസ്, ഒന്നും പറയല്ല. ഇങ്ങനെ അപ്പനെ വിളിക്കാന്നുള്ളത്, ഇവനെ അപ്പനെ വിളിച്ചാൽ പോരാ, വീട്ടിൽ കയറി പൊട്ടിക്കുകയാണ് വേണ്ടത്, മനസ്സിലായോ? സോഷ്യൽ ഈവിളാണ്, അത് റിപ്പീറ്റഡ്ലി പറയും, പേരെടുത്ത് തന്നെ പറയാം, ഒരു സോഷ്യൽ ഈവിളാണ്. ജിനു ഗോപി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കൊന്നങ്ങ് കൊല വിളിച്ചു. കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ ഇട്ട് കൊടുത്തിട്ട് മാറി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഒരു രീതിയിൽ അവൻ്റെ തെറ്റവൻ തിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഉണ്ണി മുകുന്ദന് യജ്ജാതി ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ അപമാനിക്കാമോ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കയറി അപമാനിച്ചു. അയാളായതുകൊണ്ട് ക്ഷമിച്ചു. പൊടി കുട്ടീനെ പോലും വിട്ടിട്ടില്ല. എന്നെ ഒതുക്കാൻ വേണ്ടി എന്തുവായിരുന്നു ഇവൻ്റെ ഒരു വെപ്രാളം ബഹളവും. സൈബർ സാധനങ്ങളെങ്ങ് അറിഞ്ഞ് വിടുകയാണ്, ഉണർത്തി വിടുകയാണ്. സോഷ്യൽ ഈവിളാണ് ഇവൻ. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദ്രോഹിയാണിവൻ. ഇവനെ നിങ്ങൾ ഇനി നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രത്തോളം അതപ്പതിച്ചു എന്നാണ്. ഇവൻ സഞ്ജു ടെക്കി ഇരുന്ന് പറയണം. സഞ്ജു ടെക്കി പിന്നെയും ഭ്രാന്തനാണെന്നെങ്കിലും പറയാം. നീ എന്താണടാ? നീ ഒരു ക്രിമിനലാണ്. ഒരു ക്രിമിനലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സാധനങ്ങളെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോരം ക്രിമിനൽ ആയതാണ്. ഗൂഢാലോചന, ഒരാളെ കൊല്ലാനുള്ള ഗൂഢാലോചന, ഒരാളുടെ സ്ഥാപനം നശിപ്പിക്കാനുള്ള ഗൂഢാലോചന. എത്രയോ അമ്മമാർക്ക് ആശ്വാസമാകുന്ന ഒരു മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നടത്തിയ ഗൂഢാലോചന. ഒരു കൊലപാതകിയെ പോലും നമ്മൾ കൂടെ നിർത്താമെന്ന് പറയും. പക്ഷേ ഇവനെ പോലുള്ളവന്മാരെ 7 അയലത്തടിപ്പിക്കാൻ പാടില്ല. ഇവനൊക്കെ കുടുംബങ്ങൾ നശിപ്പിക്കുന്ന വെറും ക്രിമിനൽസാണ്. അയാളെ പോയി ചോണ്ടുന്നു, രഹസ്യം പറയുന്നു, രഹസ്യം എണ്ണൻ. നിനക്ക് വേറെ പണിയുടെ കൂലിപ്പണിക്ക് പോയിക്കൂടെടാ? അവൻ നടക്കുകയാണങ്ങനെ. ബിഗ് ബോസിൽ കയറി 5 ലക്ഷം രൂപ എടുത്തെന്ന് പറയുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അത് അവർ തമ്മിലൊരു ടൈപ്പാണ്. 6 7 ഒക്കെ വയ്ക്കും, ചിലപ്പോൾ 10 വയ്ക്കും, അതിൻ്റെ മേളിലൊന്നും 20 വയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ ആ 10 ലക്ഷം രൂപ അത് വരരുത്. 5 രൂപയിൽ എല്ലാവരും ഒതുങ്ങി അങ്ങ് പോകണം. ഈ പൈസ എന്ന് പറയണതേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ അവർക്ക് പോകത്തില്ല. അത് കോംപ്രമൈസ് ചെയ്തോളൂ. നിനക്കൊരു 2 രൂപ ഞാൻ കൂടുതൽ തരാം. ഇപ്പോൾ 7 രൂപ വയ്ക്കാം എന്നാൽ ഇപ്പോൾ 10 രൂപ വയ്ക്കാമെന്നായിരിക്കും അവരുടെ പ്ലാൻ. ചിലപ്പോൾ 16 വരെ വയ്ക്കുന്ന ഒരു പ്ലാൻ. ഇത് 5 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു 2 രൂപ കൂടെ അല്ലെങ്കിൽ 1 രൂപ കൂടെ കൂടുതൽ ഇരുന്നാൽ എടുത്തുകൊണ്ട് പോകും, ലാഭമല്ലേ? ഇതിനൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന മറ്റൊരാളുടെ ഒരു അവസരം നഷ്ടപ്പെടുത്തി ഈ അനാവശ്യമായ ഈ പേക്കൂത്ത് നടത്തുന്ന ഇവന്മാരെയൊക്കെ എടുത്ത് എന്താ പറയുക എന്നുള്ള പൊതുജനം കഴുതയായതുകൊണ്ടാണ് യവന്മാരൊക്കെ ഇങ്ങനെ വളരുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി മറുപടി പറഞ്ഞിട്ടുണ്ട് പാപ്പ. നമസ്കാരം മാന്യമഹാജനങ്ങൾ. ഞാൻ ഗുരുതുല്യനായി കാണുന്ന അഖിൽ കോട്ടത്തല അല്ലെങ്കിൽ പ്രവചന സിംഹം അഖിൽ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞ അടുത്ത സഹോദര തുല്യനായിട്ട് നിങ്ങൾ എൻ്റെ പൊന്നെ വാഴേ, നിനക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? എല്ലാം കോപ്പി ഐഡിയാണ്. അദ്ദേഹം പറഞ്ഞത് A to Z കൃത്യം. നീ തിരിച്ച് അതേ നാണയത്തിൽ കൊടുത്ത ഉടനെ നല്ലതാണ്. ആ സ്ഫുടത കൃത്യമായി തന്തയ്ക്ക് വിളി അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. വാങ്ങി എണ്ണാക്കി കുരുക്കി വെച്ചോ. ഇങ്ങനെ ഒരു വാഴ സത്യമന അയാളെ തന്തയെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വാഴയെ കൊണ്ടു കിടക്കണമെന്നുണ്ടത് അയാൾ പറഞ്ഞത്. അയാൾ അന്ന് ഇതിനകത്ത് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. കുടുംബത്തിൽ കയറ്റത്തില്ല, സഹോദരങ്ങളുമായിട്ട് യോജിപ്പില്ല, പെണ്ടാട്ടിയെ എടുത്തു വെച്ച് നോക്കുന്നു, എല്ലാം കൂടെ നിന്ന് ഡൂടെന്ന് പറഞ്ഞാൽ പെങ്കൊച്ചിനെ 8 നിലയെ പൊളിച്ച് നന്ദനയ്ക്ക് ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനെയും കൊണ്ട് കിടന്ന് കാണിക്കുന്നു.
ആകെ മൊത്തത്തിൽ ഒരു സോഷ്യൽ ഈവിൾ, അത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ പുണ്യം, കേരളത്തിൻ്റെ ഭാഗ്യം. കാര്യം എനിക്ക് അഖിൽ മാരാറിന് അത്ര ഇഷ്ടമൊന്നുമല്ല. ഒന്നാം തന്നെ സ്ത്രീ വിരുദ്ധത അയാൾക്ക് തന്നെ അറിയാത്തത് കൊണ്ട് പറയുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം പ്രതികരിക്കേണ്ടിടത്തൊക്കെ അഖിൽ മാരാർ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. പെർഫോമൻസും കറക്റ്റായിരുന്നു ബിഗ് ബോസിൽ, അല്ലേ? പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു, തർക്കമൊന്നുമില്ല. സ്ത്രീ വിരുദ്ധത ഒഴിച്ചാൽ ബാക്കി അഖിൽ മാരാറിൻ്റെ പെർഫോമൻസിൽ എനിക്ക് തർക്കമേ ഇല്ല. അങ്ങനെയുള്ള അഖിലിൻ്റെ 7 അയലത്ത് വരാത്ത ഒരുത്ത ഇരുന്നുകൊണ്ടാണ് അവന് പറയുന്നത്. ഇത് അഖിലിൻ്റെ അടുത്താണ് കയറി കൊടുക്കുന്നത്. ആ അഖിൽ ഇതിന് മറുപടി തരും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, അഖിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നുണ്ട്, ഈ പട്ടി കുരയ്ക്കുമ്പം നമ്മൾ കല്ലാണ് എടുത്തെറിയേണ്ടത്. തിരിച്ച് ഇന്നൊന്നും പറയാൻ പോകരുത്. അതിൻ്റെ അർഹതയില്ല എന്നുള്ളതാണ്. താങ്കളുടെ മറുപടി പോലും ഇവൻ അർഹിക്കുന്നില്ല എന്ന്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രെയിറ്റ് അവൻ നിങ്ങൾ ചെയ്തു പോവുക എന്നതിനപ്പുറം ഈ ഒരു വൃത്തികെട്ടവന് മറുപടി കൊടുത്ത് കൂടുതൽ നാറാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വെറു തീട്ട കേസാണ്. ഇതിനെ തൊട്ടാൽ നമ്മളും നാറും. അമ്മാതിരി ഒരു നാറ്റ കേസാണ് അവൻ, വെറും നാറ്റ കേസ്. ഒരു അബഷ്ട നല്ല ഫസ്റ്റ് ക്ലാസ് ക്രിമിനലാണ്. ഇനിയിപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ റിപ്പോർട്ട് വരും, ചറവറ വരും. അയ്യോ, ആളെ ഇറങ്ങിയവർ റിപ്പോർട്ട് അടിക്കുക, ചാനൽ പൊട്ടിക്കുക, തെറി വിളിപ്പിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഗുണ്ടായത്. അവൻ ഇന്നവരെ നല്ല മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ നന്നായി പറഞ്ഞ് ഇതുവരെ ചരിത്രമുണ്ടാ. അവൻ ഗുണ്ടകളെ മാന്യന്മാരാക്കും, മാന്യമായി ജീവിക്കുന്നവരെ ക്രിമിനലും ആക്കും. ഇതല്ലാതെ അവനെ കൊണ്ട് എന്തെങ്കിലും സാധിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഏതായാലും ഈ വാഴക്കയുടെ കാര്യം പറഞ്ഞ് ഞാൻ സമയം വേസ്റ്റ് ആക്കുന്നില്ല. നല്ല പുകിലോ നടക്കും. നിങ്ങൾ എല്ലാവരും പോയി അഖിൽ മാരാറിൻ്റെ കണ്ടു നോക്കുക. അതിനകത്തുണ്ട് ഈ വാഴയ്ക്ക വെറുതെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് വേറെ ഒരു കണ്ടന്റും കിട്ടുന്നില്ല. ഏത് കണ്ടന്റ് ഇട്ടാലും അതിൻ്റെ താഴെ വന്ന ആൾക്കാർ നല്ല കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇനിയിപ്പോൾ അഖിൽ മാരാറിനെ ചൂണ്ടിയാൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. അവൻ്റെ ചാനൽ റീച്ച് ആകുന്നില്ലല്ലോ, വെപ്രാളം. അതിൻ്റെ ഒരിതാണ് അവൻ കാണിക്കുന്നത്. ഒന്നും പറയാനില്ല. അവൻ ജീവിക്കാൻ ഒരുപാട് മാർഗം ഉണ്ടെങ്കിൽ അതൊന്നും അവൻ ചൂസ് ചെയ്യത്തില്ല. അവൻ്റെ പരിപാടിയെ ഇത് തന്നെയാണ്, അവൻ്റെ വാഴത്തോട്ടവും അവനും. അതിനേറ്റ ആ പെണ്ണെങ്കിലും കുറച്ച് ബോധം ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇല്ലായിരുന്ന സമയം സംസാരിച്ചപ്പോൾ ആ പെണ്ണ് കുറച്ച് ബോധമുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതുകൊണ്ട് 10 തലമുറയ്ക്കുള്ള ശാപം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും മതിയാക്കാറായില്ലടാ മാറി. അവനവൻ്റെ ജോലി നോക്കുന്നതിന് പകരം അയാളെ തലയിലോട്ട് ഓടിക്കയറുന്നു. അവൻ പ്രതികരിക്കുന്നത് നിന്നെ കൊണ്ട് അത് പറ്റുന്നുണ്ടാ? നീ ഒട്ടിയല്ലേ നിൽക്കുന്നത്? ക്രിമിനലുകളോട് ഒട്ടി നിന്നുള്ള ശീലമുള്ള ഒരുത്തൻ, ഒരു ക്രിമിനൽ. അതിനപ്പുറം ഇവന് വലിയ വാല്യൂ ഒന്നും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ വൾഗറായി പറയണമെന്നുണ്ട്, സമയമില്ല. താങ്ക് യു സോ മച്ച്.